ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ വെറും രണ്ട് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ട് ഒരു ചോക്ലേറ്റ് ഡെസേർട്ട് ആക്കാൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാ വിശ്വസിച്ചാൽ മതിയാവും. കാരണം കൊക്കോ പൗഡറും കണ്ടൻസ്ഡ് മിൽക്കും കൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മളൊരു ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ അമൂലിന്റെ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മിഠായി മെയ്ഡാണ് എടുത്തിട്ടുള്ളത്. കാരണം അതിനാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കണം കേട്ടോ. പാത്രം തെറ്റിപ്പോയി. ഓക്കെ, എനിവേസ് ആ പാത്രത്തിലേക്ക് നേരെ കൊക്കോ പൗഡർ ആഡ് ചെയ്യണം. ഇപ്പൊ ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നുള്ളൂ, പക്ഷെ ആ ഒരു മൊത്തം പാക്കറ്റ് വേണ്ടി വരും കേട്ടോ. അങ്ങനെ ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ലൂസ് ആയിട്ട് വരും. പക്ഷെ ഇത് തിക്കാവുന്നിടം വരെ കൊക്കോ പൗഡർ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ 80 രൂപേന്റെ പാക്കറ്റ് ആണെന്ന് തോന്നുന്നു. അത് തീരുന്നിടം വരെ മിക്കവാറും ആക്കേണ്ടി വരും, എന്നാൽ ഈ ഒരു തിക്നെസ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞത് ഈ ഒരു തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ സംഭവം റെഡി ആവാനായി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് വേറൊരു കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് ഇടേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഉണ്ടായിരുന്നുള്ളൂ. സോ അലുമിനിയം ഫോയിൽ വെച്ച് ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിലേക്ക് ഞാൻ നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് 2 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന്റെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റും അതോടൊപ്പം ഇതിന്റെ ഷേപ്പും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു കുഞ്ഞു മിൽക്ക് മെയ്ഡ് വാങ്ങുവാണെങ്കിൽ വളരെ കുറച്ച് ഇതിന്റെ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇത് ഞാൻ പാത്രത്തിൽ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് 2 hours അതിന് മുകളിൽ ഞാൻ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫ്രീസായി കിട്ടിയ സാധനത്തെ കയ്യിലൊന്ന് സ്റ്റിക്കി ആയതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു കൊക്കോ പൗഡർ ആഡ് ചെയ്ത് ഒന്ന് പുറമേ ഒന്ന് നല്ല അടിപൊളിയാക്കാൻ, കാണാൻ നല്ല മേന്മയുള്ളതാക്കാൻ വേണ്ടി നമ്മൾ അതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇട്ട് നല്ല സ്മൂത്തൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതിന് ലൈക്ക് ക്യൂബോയിഡ് എന്ന് പറയാൻ പറ്റില്ല, ക്യൂബ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് എത്രത്തോളം സോഫ്റ്റ് ആണ് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ടെക്സ്ചർ സോ ഗുഡ്. ഞാൻ അത് ബൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്, ഞാൻ കാണിച്ചു. അങ്ങനെ നമ്മുടെ സാധനത്തിന് ഞാൻ ഒരു ബൈറ്റ് ചെയ്ത് എൻ്റെ പൊന്നു എന്ത് ടേസ്റ്റ് ആയിരുന്നു അറിയാം. അതുകൊണ്ട് ഇപ്പം നല്ല സോഫ്റ്റ് ടെക്സ്ചർ ആയിരുന്നു, ഒരു മൂസ് ടെക്സ്ചർ ഒക്കെ ആയിരുന്നു. ശരിക്കും ഒരു ട്രഫിൾ ഇത്ര എളുപ്പത്തിൽ കിട്ടും നമുക്കറിയില്ലായിരുന്നു. സോ ദാറ്റ്സ് ഫോർ ടുഡേയ്സ് വീഡിയോ. ബൈ ബൈ.